Lami's theorem problem ആണ്. Two cables AC and BC are tied together at the point C to support a load of 500 Newton at C. A and B are at a distance of 1.3 meter and are on the same horizontal plane. AC and BC are 1.2 meter and 0.5 meter respectively. Find the tensions in AC and BC. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് രണ്ട് കേബിൾസ് ആണ് AC, BC. അത് രണ്ടും ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സിയിൽ ജോയിൻ ചെയ്തിരിക്കുക. സി എന്നൊരു 500 കിലോ ന്യൂട്ടൺ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. എ ബി സി എ ബിയുടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1.3 മീറ്റർ ആണെന്നും അതുപോലെ എ സിയുടെ ബി സിയുടെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് 1.2 മീറ്ററും 0.5 മീറ്ററും ആണെങ്കിൽ നമ്മുടെ എ സിയിലെയും ബി സിയിലും ആക്ട് ചെയ്യുന്ന ടെൻഷൻ, അതായത് 500 ന്യൂട്ടൺ ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ബി സിയിലും എ സിയിലും ടെൻഷൻ ഉണ്ട്, കാരണം അത് രണ്ടും വയേഴ്സ് ആണ്. അപ്പം അതിലുള്ള ടെൻഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഒരു പോയിന്റ് സി ആണ്. സിയിൽ നിന്ന് എ സി, ബി സി ആൻഡ് ഈ 500 ന്യൂട്ടൺ. സോ നമുക്കിവിടെ ലാമീസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 3 ഫോഴ്സസ് വരുന്നുണ്ട്. നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ നമുക്ക് ആദ്യം എന്താ നമുക്ക് വേണ്ടത്? ഈ ഫോഴ്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദിസ് ആംഗിൾ ആൻഡ് എ സി ടെൻഷൻ ഇൻ എ സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദിസ് ആംഗിൾ ആൻഡ് 500 ഡിവൈഡ് ബൈ ദിസ് ആംഗിൾ. ഈ ഓപ്പോസിറ്റ് ആംഗിൾ നമുക്ക് വേണം. ഇവിടെ ആംഗിൾസ് ക്ലിയർ അല്ല, പക്ഷെ നമുക്ക് ലെങ്ത്തും ഈ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഫിഗർ ഒന്ന് വരച്ച് ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സി ഇതാണ്, ഇവിടെ 500 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് എ, സി ആൻഡ് ബി. നമുക്കെന്താ, വി നോ ദാറ്റ് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എ സി എന്താ 1.2 സ്ക്വയർ പ്ലസ് ബി സി എന്താ 0.5 സ്ക്വയർ. 1.2 സ്ക്വയർ പ്ലസ് 0.5 സ്ക്വയർ നമുക്ക് എത്ര കിട്ടുന്നത്? 1.69 ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 1.3 സ്ക്വയർ ആണ്. സോ നമുക്ക് എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ എന്ന് എടുക്കാം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ആംഗിൾ എ സി ബി റൈറ്റ് ആംഗിൾ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എ ബി സ്ക്വയർ ആണെങ്കിൽ ദിസ് ആംഗിൾ നമുക്ക് 90 ഡിഗ്രി ആയിട്ട് എടുക്കാൻ സാധിക്കും. സോ നമുക്ക് കൺസിഡർ ചെയ്യാം ആംഗിൾ തീറ്റയും തീറ്റ. ദിസ് ആംഗിൾ ഈസ് തീറ്റ ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഫൈ ആണ് എങ്കിൽ ഈ ആംഗിൾ ഫൈ ആയിരിക്കും ആൻഡ് ദിസ് ആംഗിൾ ഈസ് തീറ്റ ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് തീറ്റ പ്ലസ് ഫൈ എന്നുള്ളത് 90 ഡിഗ്രി ആയിട്ട് എടുക്കാം. ദിസ് ആംഗിൾ തീറ്റ പ്ലസ് ഫൈ എന്നുള്ളത് 90 ഡിഗ്രി ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കോസ് തീറ്റ എടുക്കാം. കോസ് തീറ്റ എന്താ? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് ഹൈപ്പോട്ടനൂസ് ആയിരിക്കുമല്ലോ. സോ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്താ? എ സി ഡിവൈഡഡ് ബൈ എ ബി ആയിരിക്കും. എ സിയുടെ ലെങ്ത് എത്രയാ? 1.2 ഡിവൈഡ് ബൈ എ ബിയുടെ ലെങ്ത് എത്ര? 1.3. സോ കോസ് തീറ്റ ഇൻറ്റു 1.3 ഈസ് ഈക്വൽ ടു 1.2 ആണ്. അതിനകത്തുനിന്ന് കോസ് തീറ്റ നമുക്ക് എത്ര കിട്ടും? 1.2 ഡിവൈഡ് ബൈ 1.3. സോ കോസ് ഇൻവേഴ്സ് theta equal to cos inverse 1.2 divided by 1.3. എത്രയാണ് വന്നത്? 22 ഡിഗ്രി 62 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് തീറ്റ. തീറ്റ നമുക്ക് 22.62 കിട്ടിയാൽ ഫൈ നമുക്ക് ഇതിനകത്തുനിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാമല്ലോ. തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് ഈസ് 22.62 പ്ലസ് ഫൈ ഈക്വൽ ടു 90 ഡിഗ്രി. That is phi equal to 90 minus 22.62. നമുക്ക് എത്ര കിട്ടി? ഈക്വൽ ടു 67.38 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ തീറ്റയും കിട്ടി, ഫൈയും കിട്ടി. ദാറ്റ് മീൻസ് ഈ ആംഗിൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബാക്കി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിനകത്തുനിന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കിനി എന്താ? ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ്
ലാമീസ് തിയറം. ലാമീസ് തിയറം എന്താ പറഞ്ഞാൽ 500 ഓഫ് ഫോഴ്സ് 500 ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ഓഫ് ഈ രണ്ട് ഫോഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ. ദിസ് ആംഗിൾ ഈസ് എന്താ സൈൻ ഓഫ് തീറ്റ പ്ലസ് 5 ഈസ് ഈക്വൽ ടു ടെൻഷൻ ഇൻ എ സി ടി എ സി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ടി എ സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദിസ് ആംഗിൾ. ഇത്രയും എന്താ ഇത്രയും 180. സോ സൈൻ ഓഫ് 180 മൈനസ് തീറ്റ എന്ന് എടുത്തൂടെ. ഇത്രയും ആംഗിൾ 180 ആണ് എങ്കിൽ തീറ്റ 180 മൈനസ് തീറ്റ എന്ന് എടുക്കാം നമുക്ക്. ഈസ് ഈക്വൽ ടു അടുത്ത ടി ബി സി. ടി ബി സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് നോക്കാം. ടി ബി സി ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് ഓഫ് ദിസ് ഇത്രയും എന്ന് പറഞ്ഞാൽ ഇത്രയും 180. സോ 180 മൈനസ് 5 അല്ലേ? യെസ്. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഇനി എന്താ തീറ്റ പ്ലസ് 5. തീറ്റ നമുക്ക് 22.62, 5 നമുക്ക് 67.38. രണ്ടോട് ഒന്ന് പ്ലസ് ചെയ്ത് 22.62 പ്ലസ് 67.38. ഇറ്റ് ഈസ് 90, റൈറ്റ്? ഓക്കെ. 500 ഡിവൈഡഡ് ബൈ സൈൻ 90 ഈക്വൽ ടു ടി എ സി ഡിവൈഡഡ് ബൈ സൈൻ 180 മൈനസ് തീറ്റ. തീറ്റ എത്ര? 22.62. നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. 500 ഇൻറ്റു ക്രോസ് ചെയ്യുവാണ് ഇൻറ്റു സൈൻ 180 മൈനസ് 22.62 ഈസ് ഈക്വൽ ടു ടി എ സി ഇൻറ്റു സൈൻ 90. ദെയർഫോർ നമുക്ക് ടി എ സി കിട്ടുമല്ലോ. ഇത് ഡിവൈഡഡ് ബൈ സൈൻ 90. കറക്റ്റ് അല്ലേ? എത്ര വരുന്നു? 192.31 ന്യൂട്ടൺ. ഓക്കെ. ഇനി നമുക്ക് ഇതും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ടി ബി സി ഇസ് ഈക്വൽ ടു 500 ഇൻറ്റു സൈൻ 180 മൈനസ് 5. 5 എത്രയാ? 67.38 ഡിവൈഡഡ് ബൈ ടി ബി സി അല്ലേ? ഡിവൈഡഡ് ബൈ സൈൻ 90. നമുക്ക് എത്ര കിട്ടി? 461.54 ന്യൂട്ടൺ. ഓക്കെ. 461.54 ന്യൂട്ടൺ. നമുക്ക് ടി എ സി കിട്ടിയേക്കുന്നത് 192.31 ന്യൂട്ടണും ടി ബി സി നമുക്ക് കിട്ടിയേക്കുന്ന 461.54 ന്യൂട്ടണാണ്. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ചെറിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിള് ഈ ആംഗിളും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതായിരുന്നു. നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത്തും ഇതും തന്നിട്ടുണ്ട്. എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എ ബി സ്ക്വയർ ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ 1.69 ആയിരുന്നു. ഇറ്റ് ഈസ് 1.3 സ്ക്വയർ ആണ് വന്നത്. സോ ഈ ആംഗിൾ അങ്ങനെ ആണ് എങ്കിൽ നമുക്ക് എന്താ ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ ഇത് തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇത് 5 ആണെങ്കിൽ ദിസ് ഈസ് 5 ആൻഡ് ദിസ് ഈസ് തീറ്റ. സോ തീറ്റ പ്ലസ് 5 എന്ന് പറഞ്ഞാൽ നമ്മൾ 90 എന്ന് എടുത്തു. അതിൽ നിന്ന് തീറ്റയും 5ഉം നമ്മൾ 22.62 67.38 ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ലാമീസ് അപ്ലൈ ചെയ്തു. ദ ഡിവൈഡഡ് ബൈ ദിസ് ആംഗിൾ സൈൻ 90, അതായത് തീറ്റ പ്ലസ് 5 എടുത്തു. ടി എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ ആണ്. അത് നമ്മൾ 180 മൈനസ് തീറ്റ എന്ന് എടുത്തു. ടി ബി സി എടുത്തപ്പോൾ 180 മൈനസ് 5 എന്ന് എടുത്തു. ക്ലിയർ അല്ലേ? സോ നമുക്ക് ടി എ സി എന്ന് പറയുന്നത് 192.31 ന്യൂട്ടണും ടി ബി സി എന്ന് പറയുന്നത് 461.54 ന്യൂട്ടണുമാണ് കിട്ടിയത്. Clear?